ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക എന്ന് പറയുമ്പോൾ കിട്ടി. അപ്പൊ അത്രയും ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ് ജോലിക്ക് പോകുന്നതിനെ കുറിച്ചും. രണ്ട് മാസം ക്രാഷ് കോഴ്സിന് മാത്രം കയറിയിട്ടാണ് ഇത്രയും ഒരു വിജയം കൈവരിക്കാൻ പറ്റിയത്. കുറച്ചും കൂടി മുംബൈയിലേക്ക് കയറിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി റാങ്ക് 10 റാങ്കിനകത്ത് വെച്ച് വാങ്ങാൻ. എനിക്ക് 16ാമത്തെ റാങ്കാണ്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സഹാരി റേസ് പ്ലസും ശ്യാം സാറുമാണ്. ഇന്ന് സഹകാരി റേസ് പ്ലസിൻ്റെ യാത്ര വന്നു നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് അഡ്വൈസ് കൈപ്പറ്റി നിൽക്കുന്ന അശ്വതിയോടൊപ്പം ആണെന്ന് നമ്മളുള്ളത്. അപ്പോൾ തുടക്കത്തിലേ പഠിച്ചു തുടങ്ങിയായിരുന്നു ഇതിനു വേണ്ടി? തുടക്കത്തിലേ പഠിച്ചു തുടങ്ങിയിരുന്നു. എന്നാലും സഹാരി റേസ് പ്ലസിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ കയറിയതിന് ശേഷമാണ്. അപ്പം അശ്വതി എനിക്ക് തോന്നുന്നു ക്രാഷ് കോഴ്സിൽ മാത്രമാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. 2 മാസം ക്രാഷ് കോഴ്സിന് മാത്രം കയറിയിട്ടാണ് ഇത്രയും ഒരു വിജയം കൈവരിക്കാൻ പറ്റിയത്. കുറച്ചും കൂടി മുംബൈയിലേക്ക് കയറിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി റാങ്ക് 10 റാങ്കിനകത്ത് വെച്ച് വാങ്ങാൻ. എനിക്ക് 16ാമത്തെ റാങ്കാണ്. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സഹാരി റേസ് പ്ലസും ശ്യാം സാറുമാണ്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ പഠിച്ചിറങ്ങിയ നാൾ മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആകുക എന്നുള്ളത്. അപ്പം അത് എനിക്ക് നേടിത്തുന്ന സാറിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്. അതെ, അതാണ്. അപ്പം എപ്പോഴും നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ എന്താ പറയുക, ആ മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നു അശ്വതി അവസാന നിമിഷം 2 മാസം പഠിച്ചുകൊണ്ട് മാത്രമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം 19 നോട്ടിഫിക്കേഷൻ വന്നു, കോവിഡ് ഇതിൻ്റെ പിറകെ ഒരു മഹാമാരിയായിട്ട് വന്നു അല്ലേ. സമയം കുറേ പോയി. ഒരുപാട് ആൾക്കാർ പഠിച്ചു തുടങ്ങിയ ആൾക്കാർ ബാക്കിലോട്ട് പോയി. അതേസമയം കുറേ ആൾക്കാർ ആ സമയത്ത് കീനായിട്ട് നിന്ന് പഠിക്കുകയും ചെയ്തു. ആ സമയത്ത് ആക്ച്വലി അശ്വതി എന്തായിരുന്നു, കോവിഡിന്റെ ടൈമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അത്രത്തോളം അങ്ങ് പഠിച്ചിട്ടില്ല സാർ. ഞാൻ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്ന് മോള് കുഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിനായിട്ട് പഠിക്കാനൊക്കെ. പിന്നെ കോച്ചിങ്ങിന് കയറിയതിന് ശേഷമാണ് ഞാൻ എല്ലാ വീഡിയോസും ഫുൾ വീഡിയോസും ഞാൻ കണ്ടു. ഇപ്പോഴും എനിക്ക് ആ പുസ്തകം എൻ്റെ കയ്യിലെടുക്കുമ്പോൾ സാറിൻ്റെ ക്ലാസ് എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. എവിടെയാണ് ഓരോ പേജിലും എവിടെയാണ് ആ സാറ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അത്ര കൃത്യമായിട്ട് ഇപ്പോഴും എനിക്കറിയാം. അതെല്ലാം ഫുൾ വീഡിയോസും ഞാൻ കണ്ടു. എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്തു. ആദ്യമൊക്കെ ഒരുപാട് മാർക്ക് കുറവായിരുന്നു. എന്നാലും പിന്നെയും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് റിവിഷൻ ക്വസ്റ്റ്യൻ പിന്നെയും കണ്ട് ചെയ്തപ്പോഴത്തേക്ക് അതെല്ലാം മനസ്സിൽ തറവായി. റിവിഷൻ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും അശ്വതിയുടെ കൺസെപ്റ്റ് എന്താണ്? സാറ് തരുന്ന എക്സാം എല്ലാവരും എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു. ഞാൻ പിന്നെ എല്ലാ വീഡിയോസും എല്ലാ ക്ലാസ്സും എല്ലാം കണ്ടു. എക്സാം എല്ലാം എഴുതി. ഞാൻ അല്ലാണ്ട് ഒറ്റയ്ക്കൊരു പ്രിപ്പറേഷനോ അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു സാർ. സാറിൻ്റെ ക്ലാസ്സും സാറിൻ്റെ എക്സാമും ഇത് മാത്രമാണ് എന്നെ വിജയത്തിലെത്തിച്ചു. നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു സാർ. എൻ്റെ ഹസ്ബൻഡ്, അമ്മ, ഹസ്ബൻഡ് അച്ഛൻ, ഹസ്ബൻഡ് പെങ്ങള് എല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ മോള് വളരെ കുഞ്ഞായിരുന്നു. അപ്പോൾ അവളെ നോക്കി തന്നതായാലും എനിക്കിതെല്ലാം വീഡിയോസ് കാണാനായാലും എല്ലാം എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അത് മാത്രമാണ്. ശരിക്കും ഇത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഒന്ന് എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ സാറിന്, 3 പേർക്കും, എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും സാർ. പിന്നെ എൻ്റെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പഠിക്കാൻ എല്ലാവരും പഠിക്കണം, ഒരു വിജയത്തിലെത്തും. കാരണം ഹാർഡ് വർക്ക് ചെയ്താൽ എപ്പോഴായാലും ഒരു ഫലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയല്ല സാർ. എനിക്ക് എൻ്റെ നിന്ന് മനസ്സിലായി എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട്. പിന്നെ ദൈവാനുഗ്രഹം, അത് മാത്രമേ ഉള്ളൂ. നാട്ടിലൊക്കെ ഭയങ്കരമാണ് സാർ. ഒരു ജോലി കിട്ടിയപ്പോഴത്തേക്ക് കയറുന്നതിന് മുമ്പേലേ കയറിയതിൻ്റെ ഒരു രീതിയായി. ഫാമിലിയിൽ എല്ലാവർക്കും കൂടെ പഠിച്ചവർക്ക് ഒരുപാട് പേരും എന്നെക്കാട്ടിയൊക്കെ ഒരുപാട് പഠിച്ച പിള്ളേരാണ്. അപ്പം അവരെക്കാട്ടിയൊക്കെ എനിക്കൊരു ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുക എന്ന് പറയുമ്പോൾ കിട്ടി. അപ്പം അത്രയും ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ. ഞാനിപ്പോൾ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ് ജോലിക്ക് പോകുന്നതിനെ കുറിച്ചും എല്ലാം. അപ്പോൾ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 വാക്കിൽ പറഞ്ഞാൽ? എനിക്ക് എല്ലാവരുടെയും പറയാനുള്ളത്, ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, സാറ് തരുന്ന എക്സാം എല്ലാം നന്നായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കിട്ടും. ഓക്കെ, താങ്ക് യു.